തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ സിപിഎമ്മിനെയും പോലീസിനെയും പഴിചാരി ബിജെപി നടത്തുന്ന പ്രചാരണത്തിന് മറുപടിയായി സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പ്രതികരണമാണിത്. അനിലിന്റെ ആത്മഹത്യ ആകസ്മികമല്ലായിരുന്നു എന്നതിനൊപ്പം ഗുരുതരമായ ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയാക്കുന്നതാണെന്ന് ഈ കമന്റ് പറയുന്നു. അനിലിനെ പോലെ തന്നെ ജീവിതം വഴിമുട്ടിയ ആ 68-കാരനായ ബിജെപി പ്രവർത്തകൻ ആര്? അദ്ദേഹത്തിന്റെ പ്രശ്നമെന്ത്? ഉത്തരം പറയേണ്ടത് ബിജെപിയാണ്. ഒപ്പം വളരെ ഗൗരവതരമായ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ അറിയണം. തിരുവനന്തപുരത്തു മാത്രം ബിജെപിയുടെ അധീനതയിലുള്ള 12 സഹകരണ സ്ഥാപനങ്ങളാണ് കെടുകാര്യസ്ഥതയും ക്രമവിരുദ്ധവുമായ സാമ്പത്തിക ഇടപാടും അഴിമതിയും കാരണം തകർന്നത്. വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം, വെങ്ങാനൂര് റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സംഘം, തിരുവിതാംകൂർ സഹകരണ സംഘം, തിരുവനന്തപുരം ട്രാവൽ ആൻഡ് ടൂറിസം സഹകരണ സംഘം, പെരിങ്ങമല മലബാർ കോൺട്രാക്ട് സഹകരണ സംഘം, പുത്തൻതെരുവ് വെൽഫെയർ സഹകരണ സംഘം, തിരുവനന്തപുരം നോർത്ത് സഹകരണ സംഘം, തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം. ഇതാണ് തിരുമല അനിൽ ഭരണസമിതി പ്രസിഡന്റായിരുന്ന സംഘം. കേശവദാസപുരം സഹകരണ സംഘം, തിരുവനന്തപുരം താലൂക്ക് കൊമേഴ്സ്യൽ ഡെവലപ്മെന്റ് സഹകരണ സംഘം, കരുമം റെസിഡൻഷ്യൽ വെൽഫെയർ സഹകരണ സംഘം, തിരുവനന്തപുരം ഭവന നിർമ്മാണ ഉൽപാദക സഹകരണ സംഘം. ബിജെപി അവരുടെ രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്നും തുക സ്വരൂപിച്ച് ആരംഭിച്ച സഹകരണ സംഘങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കണക്കാണിത്. 12 സഹകരണ സംഘങ്ങൾ. പൊതുജനങ്ങളുടെ സമ്പത്ത് മൂലധനമായി പ്രവർത്തിക്കുന്ന 12 സഹകരണ സംഘങ്ങളാണ് ചുരുങ്ങിയ കാലത്തിനിടയിൽ അടച്ചുപൂട്ടിയത്. കോടികളുടെ സാമ്പത്തിക തിരിമറിയാണ് ഈ സ്ഥാപനങ്ങളിലെല്ലാം കണ്ടെത്തിയത്. ബിജെപി നേതാവ് MS കുമാർ സംഘം പ്രസിഡന്റായ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ മാത്രം 32 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. രേഖകളൊന്നുമില്ലാതെ വ്യാപകമായി വ്യാപാര വായ്പകൾ നൽകിയെന്നും 2009 ശേഷം ഇവിടെ ഓഡിറ്റ് പോലും നടന്നില്ലെന്നുമുള്ള ഗുരുതരമായ വിവരങ്ങളാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്നത്. MS കുമാർ മാത്രമല്ല, സാമ്പത്തിക തിരിമറിയുടെ ഭാഗമായി അന്വേഷണം നേരിടുന്ന 12 ബാങ്കുകളുടെയും തലപ്പത്തിരിക്കുന്നത് ബിജെപി ജില്ലാ സംസ്ഥാന നേതാക്കളാണെന്നത് കേവലമായ സാമ്പത്തിക അരാജകത്വത്തിനപ്പുറം ആസൂത്രിതമായൊരു കൊള്ളയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 12 സഹകരണ സ്ഥാപനങ്ങളിലായി 100 കോടിയോളം രൂപയുടെ സാമ്പത്തിക തിരിമറിയാണ് അന്വേഷണത്തിൽ വെളിപ്പെട്ടത്. എന്നിട്ടും ഉത്തരവാദിത്തങ്ങൾക്കെതിരെ ചെറുവിരലനക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്നത് മാത്രമല്ല, ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണ് നേതൃത്വം ചെയ്യുന്നത്. ജില്ലയിലെ നേതാക്കളുടെ അസൂയാവഹമായ സാമ്പത്തിക വളർച്ചയും പ്രഖ്യാപനത്തിന് ശേഷം ശരവേഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ട 7 നിലകളുള്ള കൊട്ടാര സമാനമായ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്വന്തം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ഊർന്നുപോയ ഈ കോടികൾക്ക് ഉത്തരമാകുന്നുണ്ടോ എന്നത് ബിജെപി നേതൃത്വത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്.